ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ചെറിയ ലഞ്ചാണ്. ഒരു മീൻ കറി, മീൻ ഫ്രൈ, അത്രയേ ഉള്ളൂ. ചോറ്, ഇപ്പോൾ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മീൻ കറിക്കുള്ള പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി, വളരെ കുറച്ച് മതി, ഒരു 4-5 വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു മീഡിയം സൈസ് ഉള്ളി, ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതൊന്ന് ഫ്രൈ ചെയ്യണം. നന്നായിട്ട് മുരിഞ്ഞ് വരണമെന്നൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഞാൻ അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ 2 തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതൊന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വരണം. നമ്മളിത് എന്തായാലും മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് അത് കുഴഞ്ഞ രീതിയിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് ആറാൻ വേണ്ടിയിട്ട് വെക്കണം. തണിയാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ മിക്സും, അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൂടാൻ പാടില്ല, അത് കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് തേങ്ങ മാത്രം മതി, ഒരു 2-3 ടേബിൾ സ്പൂണോളം തേങ്ങ മതി നമുക്ക്. ഒരു ഗ്രേവിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും, പക്ഷെ നല്ലൊരു ടേസ്റ്റുള്ള, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു കറി കൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തേങ്ങയും ആ ഒരു മിക്സും കൂടെ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അതേ പാനിൽ ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുക്, അതേപോലെ തന്നെ നമുക്ക് ഉലുവ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഉലുവയും കടുകും നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്ത് പൊടിച്ചത് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവ, അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉലുവ, അതേപോലെ തന്നെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെയും ആ സവാളയുടെയും ഒക്കെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ കറിയിൽ പച്ചമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ 4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഭയങ്കര എരിവുള്ള കറിയൊന്നുമല്ല, നല്ല ആവശ്യത്തിന് എരിയുള്ള നല്ലൊരു കറി തന്നെയാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു നെല്ലിക്ക അളവിലുള്ള പുളി എടുത്ത് വെച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ പുളിയുടെ സാമ്പാർ പുളി കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. മീൻ കറിയിലൊക്കെ ഞങ്ങളവിടെ ഒന്നും കുടംപുളി അങ്ങനെ യൂസ് ചെയ്യാറില്ല, അപ്പോൾ ഞങ്ങൾക്ക് ഇതാണ് കൂടുതൽ ശീലം. അപ്പോൾ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേർക്കുള്ള ഒരു കറി എന്നുള്ള ബേസിൽ ഇത്രയുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മീൻ ഓൾറെഡി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വീട്ടിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. സൺഡേ ഒക്കെ കട്ട് ചെയ്ത് തരും ഇവിടെയൊക്കെ മീൻ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണം അതൊന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീനാണ്. ആ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം കാണിച്ചിട്ടുള്ള മീൻ അത് ഫ്രൈ ചെയ്യാൻ കൂടെയുള്ള മീനാട്ടോ. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പേരിയൊന്നും ഉണ്ടാക്കുന്നില്ല ചോറിന്. ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. നീലേട്ടന് ഡ്യൂട്ടിക്ക് പോകണം, പെട്ടെന്ന് ചെയ്യാണ് ഞാൻ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീനിൻ്റെ പീസ് തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. തലയൊക്കെ ഇട്ടാലാണ് ആ മീൻ കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക, മീൻ കറി ഇതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളും തലയും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മീൻ മാറ്റിയും വെക്കുന്നുണ്ട് ഫ്രൈ ചെയ്യാൻ. ഈ മീൻ അവിടുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പോലെ മല്ലിപ്പൊടിയാണ്. നമ്മൾ വേറെ മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല, ഇത്രയും ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ
ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഇപ്പോഴാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്യണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നന്നായിട്ട് മസാലയൊക്കെ പെരക്കി വെച്ചതിൽ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ്, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഓരോരോ മീനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ആ സമയം കൊണ്ട് നമ്മളെ മീൻകറി അവിടെ റെഡിയാവുന്നുമുണ്ട്. പിന്നെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ലഞ്ച് സുഖമായി. അപ്പോൾ മീൻ അവിടെ ഫ്രൈ ആവട്ടെ. ആ സമയത്ത് ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു 1/2 ടീസ്പൂണ് ഉലുവയും അതേപോലെ തന്നെ കടുകും പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചിട്ടുള്ളതാണിത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും വരും കറിക്ക്. ഇങ്ങനെ ചേർത്ത് ലാസ്റ്റ് ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് മീൻ ഒരു സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല ഡാർക്കായിട്ട് മുരിക്കേണ്ട കേട്ടോ, ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. കുറച്ചൊരു ഷാലോ ഫ്രൈ പോലെയാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, കുറേ എണ്ണയൊന്നും ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇതിനി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മൾ ഇത്രയും മാത്രം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മളെ മീൻ കറിയും അതേപോലെ തന്നെ മീൻ ഫ്രൈയും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ വിളമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലൊരു പപ്പടം, പിന്നെ ഇതാ മാങ്ങയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാങ്ങയും ഉണ്ട് നമ്മളെ ഇന്നത്തെ ലഞ്ചിന്. അപ്പോൾ എല്ലാം കൂടെ നല്ലൊരു സൂപ്പർ ലഞ്ചാണ് നമുക്കിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് അതെന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.